ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 20-ാം ദിവസം യൂദായുടെ ജീവിതകഥ. ഇന്നേ ദിവസം ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായം, ജോബിൻ്റെ പുസ്തകം 29-30 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 28 തുടങ്ങി 32 വരെയുള്ള വാക്യങ്ങൾ എന്നിവ നമ്മൾ വായിക്കുന്നു. യാക്കോബിൻ്റെ മകനായ യൂദായുടെ ജീവിതകാലത്തെ വിവിധ സന്ദർഭങ്ങളും യൂദായുടെ ബലഹീനതകളുടെ അനന്തരഫലങ്ങളും ഇന്നേ ദിവസം നാം ശ്രവിക്കുകയാണ്. ബലഹീനതകളുടെ മധ്യത്തിലും യൂദായും മക്കളും യേശുവിൻ്റെ വംശപരമ്പരയിലെ കണ്ണികളായി മാറിയ യാഥാർത്ഥ്യം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായം. യൂദായും താമാറും. അക്കാലത്ത് യൂദ തൻ്റെ സഹോദരന്മാരിൽ നിന്നകന്ന് ഹീറ എന്നു പേരുള്ള ഒരു അദുല്ലംകാരൻ്റെ അടുത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. യൂദ അവിടെ ഷുവ എന്നു പേരുള്ള ഒരു കാനൻകാരൻ്റെ മകളെ കണ്ടു. അവളെ അവൻ സ്വന്തമാക്കി, അവളെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അയാൾ അവന് ഏർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് ഒനാൻ എന്ന് പേരിട്ടു. അതേ തുടർന്ന് അവൾ വീണ്ടും ഒരു മകനെ പ്രസവിച്ചു. അവൾ അവന് ഷേല എന്ന് പേരിട്ടു. അവൾ അവനെ പ്രസവിക്കുമ്പോൾ അയാൾ കെസീബിൽ ആയിരുന്നു. യൂദ തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിനു വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഒനാനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ ഭാര്യയെ പ്രാപിച്ച് അവൾക്ക് പ്രതിഭർത്താവായി നിന്റെ സഹോദരന് വേണ്ടി സന്താനത്തെ വളർത്തുക. സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് സന്താനത്തെ നൽകാതിരിക്കാൻ തൻ്റെ സഹോദര ഭാര്യയെ പ്രാപിച്ചപ്പോൾ നിലത്തേക്ക് ബീജം സ്രവിപ്പിച്ചു. അവൻ ചെയ്തത് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായിരുന്നു. അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. എന്തെന്നാൽ അവൻ ആത്മഹത്യം ചെയ്തു. സഹോദരന്മാരെ പോലെ ഇവനും മരിക്കരുതല്ലോ. താമാർ പോയി തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ താമസിച്ചു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ യൂദായുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു. ദുഃഖാചരണ കാലം കഴിഞ്ഞ് യൂദ തൻ്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറായുടെ കൂടെ തിമ്നായിലേക്ക് തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. ആരോ താമാറിനെ ഇപ്രകാരം അറിയിച്ചു, അതാ നിൻ്റെ അമ്മായിയപ്പൻ തൻ്റെ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട്. ഷേല വളർന്നിട്ടും അവന് അവൾ ഭാര്യയായി നൽകപ്പെട്ടില്ല എന്ന് കണ്ട് അവൾ തൻ്റെ മേലുണ്ടായിരുന്ന വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് മൂടി സ്വയം മറച്ച് അവൾ തിമ്നായിലേക്കുള്ള വഴിയിൽ എനയും കവാടത്തിങ്കൽ ഇരുന്നു. യൂദ അവളെ കണ്ടു. അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് അവളെ ഒരു വേശ്യയായി അവൻ കരുതി. വഴിയിലേക്ക് അവളുടെ നേർക്ക് കുനിഞ്ഞ് അവൻ പറഞ്ഞു, വന്നാലും ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, താങ്കൾ എന്നെ പ്രാപിക്കുന്നതിന് എനിക്ക് എന്തു തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, താങ്കൾ കൊടുത്തയക്കുന്നതുവരെ ഒരു ഈട് തരുമോ? അവൻ ചോദിച്ചു, ഞാൻ നിനക്ക് തരേണ്ട ഈട് എന്താണ്?
അവൾ പറഞ്ഞു, താങ്കളുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അവ കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മേലുണ്ടായിരുന്ന മൂടുപടം മാറ്റി വിധവാ വസ്ത്രങ്ങൾ ധരിച്ചു. താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ അതുല്യംകാരനായ തൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ യൂദ ഒരാട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവളെ അവൻ കണ്ടെത്തിയില്ല. അവൻ അവളുടെ സ്ഥലത്തെ ആളുകളോട് ഇപ്രകാരം അന്വേഷിച്ചു, എനയിമ്മിലെ വഴിവക്കിലുണ്ടായിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല. അവൻ യൂദായുടെ പക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഞാൻ അവളെ കണ്ടെത്തിയില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. യൂദാ പറഞ്ഞു, അവൾ അവ സ്വന്തമായി എടുത്തുകൊള്ളട്ടെ, നമ്മൾ പരിഹാസ്യരാകരുതല്ലോ. ഇതാ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, നീയാകട്ടെ അവളെ കണ്ടെത്തിയുമില്ല. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ യൂദായ്ക്ക് ഇപ്രകാരം അറിയിപ്പ് കിട്ടി, നിന്റെ മരുമകൾ താമാർ വേശ്യാവൃത്തി നടത്തി. മാത്രമല്ല അവളിപ്പോൾ വേശ്യാവൃത്തിയിലൂടെ ഗർഭിണിയുമാണ്. അപ്പോൾ യൂദാ പറഞ്ഞു, അവളെ പുറത്തിറക്കുക, അവൾ ദഹിപ്പിക്കപ്പെടട്ടെ. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ, ഇവ ആരുടേതാണോ അയാളിലൂടെയാണ് ഞാൻ ഗർഭിണിയായത് എന്ന് തൻ്റെ അമ്മയപ്പനോട് പറയാനായി ആളയച്ചു. അവൾ പറഞ്ഞു, ദയവ് ചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് തിരിച്ചറിഞ്ഞാലും. അവ തിരിച്ചറിഞ്ഞിട്ട് യൂദാ പറഞ്ഞു, അവൾ എന്നേക്കാൾ നീതിമതിയാണ്. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായ്ക്ക് കൊടുത്തില്ലെന്നത് തന്നെ കാരണം. അവൻ അവളെ പിന്നീടൊരിക്കലും അറിഞ്ഞില്ല. അവളുടെ പ്രസവത്തിൻ്റെ സമയത്ത് അവളുടെ ഉദരത്തിൽ ഇതാ ഇരട്ടകൾ. അവൾ പ്രസവിക്കെ ഒരുത്തൻ ഒരു കൈ നീട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂതികർമ്മിണി പിടിച്ച് അവൻ്റെ കയ്യിൽ ചെമന്ന ഒരു ചരട് കെട്ടി. അവൻ തൻ്റെ കൈ പിൻവലിച്ചപ്പോൾ അതാ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ എങ്ങനെ നിനക്കൊരു വഴി ഭേദിച്ചുണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവന് പേരസ് എന്ന് പേരിട്ടു. പിന്നീട് കയ്യിൽ ചെമന്ന ചരടുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു. ജോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം. ജോബിൻ്റെ സമാപന പ്രഭാഷണം. ജോബ് തൻ്റെ സുഭാഷിതാവതരണം തുടർന്നുകൊണ്ട് പറഞ്ഞു, ദൈവം എന്നെ പരിപാലിച്ചിരുന്ന നാളുകളിലെ പോലെ, മുൻ ചന്ദ്രമാസങ്ങളിലെ പോലെ എനിക്കായി ആരിടപെടും? അവിടുത്തെ ദീപനാളം എൻ്റെ ശിരസിനുമേൽ തെളിഞ്ഞിരിക്കെ, അവിടുത്തെ പ്രകാശത്തിനു നേരെ ഞാൻ അന്ധകാരമായി നടക്കുമ്പോഴും, ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെന്ന പോലെ ദൈവത്തിൻ്റെ സുഹൃത്ത് സംഘത്തിൽ എൻ്റെ കൂടാരത്തിങ്കൽ ആയിരുന്നു. സർവശക്തൻ അപ്പോഴും എന്നോടുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. എൻ്റെ കാലടികൾ വെണ്ണ കൊണ്ട് കഴുകിയപ്പോൾ പാറ എനിക്ക് വേണ്ടി തൈലത്തിൻ്റെ ധാരകൾ പകർന്നു തന്നു. ഞാൻ നഗരത്തോട് ചേർന്നുള്ള കവാടം പൂകിയപ്പോൾ പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം ഒരുക്കിയിരുന്നു. യുവാക്കൾ എന്നെ കണ്ട് സ്വയം പിൻവാങ്ങി. വൃദ്ധർ എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കൾ പ്രഭാഷണത്തിൽ നിന്ന് പിന്മാറി. അവർ കൈപ്പത്തി തങ്ങളുടെ വായ്ക്കൽ വെച്ചു. നായകർ തങ്ങളുടെ സ്വരം സ്വയം പിൻവലിച്ചു. അവരുടെ നാവ് അണ്ണാക്കിനോടൊട്ടി. ശ്രവിച്ചപാടെ കാത് എന്നെ ഭാഗ്യവാനാക്കി. കണ്ടപാടെ കണ്ണെന്നെ ശ്ലാഘിച്ചു. എന്തെന്നാൽ നിലവിളിക്കുന്ന പീഡിതനെയും നിസ്സഹായനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നശിക്കാനിരുന്നവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നെത്തി. വിധവയുടെ ഹൃദയത്തെ ഞാൻ ആനന്ദിപ്പിച്ചു. ഞാൻ നീതി അണിഞ്ഞു, അതെന്നെ ആവരണം ചെയ്തു. എൻ്റെ ന്യായം നീലയങ്കിയും തലപ്പാവും പോലെയായിരുന്നു. ഞാൻ കുരുടന് കണ്ണിണയും മുടന്തന് കാലിണയുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതമായവന് ഞാൻ വിധി തീർപ്പ് നടത്തി. ഞാൻ ദുഷ്ടൻ്റെ ദംഷ്ട്രങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലുകൾക്കിടയിൽ നിന്ന് ഇരയെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുകയായിരുന്നു, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമേ ചരമം പ്രാപിക്കുകയുള്ളൂ. മണൽ പോലെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ വേര് വെള്ളത്തിലേക്ക് പടരുകയാണ്. എൻ്റെ കറ്റയിൽ മഞ്ഞുതുള്ളി രാപ്പാർക്കുന്നു. എന്നോടൊപ്പമുള്ള എൻ്റെ മഹത്വം പുതുമയുള്ളതാണ്. എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുപുത്തനാണ്. എന്നെ അവർ കേൾക്കുന്നു, കാത്തിരിക്കുന്നു. എൻ്റെ ഉപദേശത്തിനായി നിശബ്ദരായിരിക്കുന്നു. എൻ്റെ വാക്കിന് ശേഷം അവർക്ക് മറ്റൊന്നില്ല. എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴുന്നു.
മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വസന്തവൃഷ്ടിക്ക് വേണ്ടി അവർ വായി തുറന്നിരിക്കുന്നു. ധൈര്യമറ്റ അവരുടെ നേർക്ക് ഞാൻ പുഞ്ചിരി പൊഴിക്കുന്നു. എൻ്റെ മുഖപ്രസാദം അവർ കെടുത്തിയില്ല. ഞാൻ അവർക്ക് വഴി തിരഞ്ഞെടുക്കുന്നു. തലവനായി ഞാൻ കഴിയുന്നു. ഞാൻ പട്ടാളമധ്യേ രാജാവിനെ പോലെ വിരാജിക്കുന്നു, വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും. ജോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം. ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എൻ്റെ മേൽ പരിഹാസം ചൊരിയുന്നു. ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടി ഇടാൻ തക്ക വിധം അവഗണിക്കേണ്ടവരായി ഇരുന്നു അവരുടെ പിതാക്കന്മാർ. പിന്നെ അവരുടെ കരബലം എനിക്കെന്തിന്? അവർക്കുള്ള ശക്തി ക്ഷയിച്ചതല്ലേ? ദാരിദ്ര്യവും വിശപ്പും നിമിത്തം ഏകാന്തർ. ഇന്നലെ നാശവും നാശകൂമ്പാരവുമായിരുന്ന മരുഭൂമി കാർന്നു തിന്നവർ. കുറ്റിച്ചെടികൾക്കരികിലെ ഉപ്പുചെടി പറിച്ചിരുന്നവർ. ചൂൽച്ചെടികളുടെ വേരായിരുന്നു അവരുടെ അപ്പം. അവർ കൂട്ടത്തിൽ നിന്ന് തുരത്തപ്പെട്ടിരുന്നു. അവർക്കെതിരെ കള്ളനെ എന്ന പോലെ മറ്റുള്ളവർ ബഹളം കൂട്ടിയിരുന്നു. താഴ്വാരങ്ങളുടെ ഭയാനകതകളിലും മൺപോടുകളിലും പാറയിടുക്കുകളിലും അവർക്ക് പാർക്കേണ്ടിയിരുന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിട്ടിരുന്നു. മുൾച്ചെടികൾക്കു കീഴെ അവർ ആകുലപ്പെട്ടിരുന്നു. പേരുപോലുമില്ലാത്ത ഭോഷരായാണ് നാട്ടിൽ നിന്ന് അവർ അടിച്ചോടിക്കപ്പെട്ടത്. ഇപ്പോൾ ഞാൻ അവരുടെ പരിഹാസഗാനമായിരിക്കുന്നു. അവർക്ക് ഞാൻ ഭാഷണ വിഷയവുമായി തീർന്നു. അവർക്ക് എന്നോട് അവജ്ഞയായി, എന്നിൽ നിന്ന് അകലുകയും ചെയ്തു. എൻ്റെ മുമ്പിൽ തുപ്പാനും അവർ മടിക്കുന്നില്ല. അവിടുന്ന് തൻ്റെ ഞാൻ അയച്ചുവിട്ട് എന്നെ എളിമപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് എൻ്റെ മുമ്പിൽ അവരും കടിഞ്ഞാൺ സ്വതന്ത്രമാക്കി. വലതുവശത്ത് നീചർ എഴുന്നേൽക്കുന്നു. എൻ്റെ കാൽ അവർ സ്വതന്ത്രമാക്കുന്നു. അവർ എനിക്കെതിരെ തങ്ങളുടെ ദുരിതപാതകൾ നിരത്തുന്നു. തങ്ങൾക്ക് സഹായകനില്ലാതെ തന്നെ അവർ എൻ്റെ പാത തകർത്ത് എൻ്റെ നാശത്തിന് തുണയായി. വിസ്താരമുള്ള വിടവെന്ന പോലെ അവർ വരുന്നു. നാശാവശിഷ്ടങ്ങൾക്കിടയിൽ ഉരുണ്ടുകയറുന്നു. ഭീകരത എനിക്കെതിരെ തിരക്കപ്പെട്ടിരിക്കുന്നു. അത് കാറ്റെന്ന പോലെ എൻ്റെ മഹത്വത്തെ പിന്തുടരുന്നു. അങ്ങനെ എൻ്റെ രക്ഷ മേഘമെന്ന പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ എൻ്റെ മേൽ തൂവിപ്പോയിരിക്കുന്നു. കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എന്നെ കാർന്നു തിന്നുന്നവർ ഉറങ്ങാതിരിക്കെ എൻ്റെ അസ്ഥികൾ രാത്രി എൻ്റെ മേൽ നിന്ന് തുരന്നെടുക്കുന്നു. അത് ബലാധിക്യത്താൽ എൻ്റെ വസ്ത്രമായി വേഷപ്രച്ഛന്നമാകുന്നു. എൻ്റെ അങ്കിയുടെ കഴുത്തുപോലെ അത് എന്നെ വരിഞ്ഞു മുറുകുന്നു. അതെന്നെ ചളിയിലേക്ക് എറിഞ്ഞു. ഞാൻ പൊടിയും ചാരവും പോലെയായി. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, എന്നാൽ അങ്ങ് എനിക്ക് ഉത്തരം നൽകുന്നില്ല. ഞാൻ നിൽക്കുമ്പോൾ അങ്ങെന്നെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങ് എനിക്ക് നിർദ്ദയനായി മാറിയിരിക്കുന്നു. അങ്ങേ കൈക്കരുത്തുകൊണ്ട് അങ്ങെന്നെ ആക്രമിക്കുന്നു. അങ്ങെന്നെ കാറ്റിലേക്ക് ഉയർത്തി സവാരി ചെയ്യിക്കുന്നു. ഒരു ഇരുമ്പലായി എന്നെ അലിയിച്ചു കളയുന്നു. മരണത്തിലേക്ക് എല്ലാ ജീവികൾക്കുമുള്ള നിശ്ചിത ഭവനത്തിലേക്ക് അങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിശ്ചയമായും എനിക്കറിയാം. ദുരന്തത്തിലല്ലേ ഒരുവൻ തീർച്ചയായും കൈനീട്ടുന്നത്? അങ്ങനെ തൻ്റെ ദൗർഭാഗ്യത്തിലല്ലേ ഒരുവൻ കേണപേക്ഷിക്കുന്നത്? നിത്യാരിഷ്ടതയുള്ളവനെ പ്രതി ഞാൻ കരഞ്ഞിട്ടില്ലയോ? ദരിദ്രനെ പ്രതി എൻ്റെ ആത്മാവ് വ്യസനിച്ചിട്ടില്ലയോ? എന്നാൽ ഞാൻ നന്മ പ്രതീക്ഷിച്ചപ്പോൾ തിന്മ വന്നു. പ്രകാശത്തിനായി കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. എൻ്റെ ഉള്ളം പ്രക്ഷുബ്ധമായിരിക്കുന്നു, അത് പ്രശാന്തമല്ല. എൻ്റെ പീഡയുടെ ദിനങ്ങൾ എനിക്ക് മുമ്പേയുണ്ട്. വെയിലേറ്റല്ലാതെ ഇരുണ്ടവനായി ഞാൻ നടന്നു. ഞാൻ സഭയിൽ എഴുന്നേറ്റ് സഹായത്തിനായി കേഴുന്നു. ഞാൻ കുറുക്കന്മാരുടെ സഹോദരനായിരിക്കുന്നു, ഒട്ടകപ്പക്ഷികൾക്ക് സ്നേഹിതനും. എൻ്റെ ചർമ്മം മുകൾ ഭാഗം കറുത്തിരിക്കുന്നു. എൻ്റെ അസ്ഥി വരൾച്ച മൂലം ദഹിക്കുന്നു. ആകയാൽ എൻ്റെ കിന്നരം വിലാപമായും എൻ്റെ പുല്ലാങ്കുഴൽ രോദനമായും തീർന്നിരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 28 തുടങ്ങി 32 വരെയുള്ള വചനങ്ങൾ. അത് നിൻ്റെ പക്കലുണ്ടായിരിക്കെ പോയി തിരിച്ചു വരൂ, നാളെ ഞാൻ തരാം എന്ന് അയൽക്കാരനോട് നീ പറയരുത്. നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്നോടൊത്ത് പാർക്കുന്ന നിൻ്റെ അയൽക്കാരനെതിരെ നീ തിന്മ ആലോചിക്കരുത്. നിനക്ക് തിന്മ ചെയ്തിട്ടില്ലാത്ത മനുഷ്യനുമായി അകാരണമായി നീ കലഹിക്കരുത്. അക്രമിയായ ആളെക്കുറിച്ച് നീ അസൂയപ്പെടരുത്.
അവൻ്റെ വഴികളിൽ ഒന്നും നീ തിരഞ്ഞെടുക്കരുത്. എന്തെന്നാൽ അബദ്ധസഞ്ചാരി കർത്താവിന് മ്ലേച്ഛതയാണ്. സത്യസന്ധരോടുകൂടിയാണ് അവിടുത്തെ സൗഹൃദം.